അപ്പം നെക്സ്റ്റ് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ ഫൈൻഡ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ 1 മൈനസ് 2x റേസ് ടു -7. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അന്നേരം ഇവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇക്വേഷൻസ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കൊരു ടേം തന്നിട്ടുണ്ട് 1 മൈനസ് 2x റേസ് ടു -7. സോ അതിനകത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ ഇതിനെ നമ്മൾ എന്തെങ്കിലും എക്സ്പാൻഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എക്സ് റേസ് ടു 5 എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയും വരുമ്പോൾ സോ അന്നേരം ആ എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ എവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു? ബൈനോമിയൽ തിയറത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിങ്ങൾ ചെയ്യുകയാണ്. സോ അന്നേരം എന്താണ്, ഈ ഒരു ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ് y ഈസ് ഈക്വൽ ടു -2x. അതായത് നമ്മൾ ഇനി ഏത് ടേമിലാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് റേസ് ടു ഒന്നെങ്കിൽ n അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് റേസ് ടു -n. രണ്ടിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. 1 പ്ലസ് എക്സ് റേസ് ടു എന്നിൻ്റെ ഇക്വേഷനും 1 പ്ലസ് എക്സ് റേസ് ടു -n-ൻ്റെ ഇക്വേഷനും. 1 പ്ലസ് എക്സ് റേസ് ടു n ആണെങ്കിൽ വളരെ എളുപ്പമാണ്. എന്താണ് 1 പ്ലസ് n(x) പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിമ്പിൾ ഇക്വേഷൻ കൊടുത്താൽ മതി. 1 പ്ലസ് എക്സ് റേസ് ടു -n ആണെങ്കിൽ വേറൊരു ഇക്വേഷൻ ആയിരുന്നു. സോ അന്നേരം നമ്മൾ അത് ഇവിടെ നമ്മൾ നോക്കിയേ, എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? -2x. ഇപ്പം എക്സ് എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ -2x ആണെന്ന് വിചാരിച്ചു. സോ ഇവിടെ നമ്മൾ അതിന് എക്സിന് പകരം y എന്ന ടേം കൊടുത്തേക്കുന്നത്. y ഈസ് ഈക്വൽ ടു -2x. അപ്പോൾ 1 - 2xനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 പ്ലസ് -2x എന്ന് പറയുന്നത് എന്താണ്? y ആണ്. 1 പ്ലസ് y റേസ് ടു -7. സോ അന്നേരം നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ r ഈസ് ഈക്വൽ ടു 0 to infinity -1 raised to r n plus r minus 1 in cr into അവിടെ എക്സ് റേസ് ടു ആർ ആണ്, ഇവിടെ എക്സിന് പകരം y ആയതുകൊണ്ട് y റേസ് ടു ആർ. സോ ഇതെല്ലായിരുന്നു ഇക്വേഷൻ. നിങ്ങൾ നോക്കിയേ, ഇതെല്ലായിരുന്നു ലാസ്റ്റ് തന്ന ഇക്വേഷൻ. അതായത് എക്സ് ടേംസ് വരുമ്പോൾ എന്താണ്? സിഗ്മ r ഈസ് ഈക്വൽ ടു 0 to infinity -1 raised to r into n plus r minus 1 cr into x raised to r. സോ ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് എക്സ് റേസ് ടു -n അല്ലെങ്കിൽ x പ്ലസ് 1 റേസ് ടു -n. സോ അന്നേരം n എന്ന് പറയുന്നത് എന്താണ്? 7 അല്ലേ? -7 അല്ല, 7 -n-ൻ്റെ ഇക്വേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അതാ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. r എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കണം? r ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തിൻ്റെ കോഎഫിഷ്യൻ്റാണ് ചോദിച്ചേക്കുന്നത്? എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റാണ്. സോ എന്നിട്ട് ഇവിടെ r എന്ന് പറയുന്നത് ആ 5 ആണ് നമ്മളുടെ r എന്ന് പറയുന്നത്. ആ ഒരു സ്ക്വയർ എക്സ് റേസ് ടു വന്നിരിക്കുന്നതാണ് നമ്മളുടെ r എന്ന് പറയുന്നത്. അപ്പം n ഈസ് ഈക്വൽ ടു 7, r ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അന്നേരം -1 റേസ് ടു r എന്ന് പറയുമ്പോൾ എന്താണ്? 5. ഓക്കെ, ഇനി ആറിൻ്റെ വാല്യൂ 5 ആണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ സിഗ്മയുടെ ഒന്നും ആവശ്യമില്ല. സോ അന്നേരം -1 റേസ് ടു 5 ഇൻറ്റു n എന്ന് പറയുമ്പം 7 പ്ലസ് r എന്ന് പറയുമ്പം 5 -1 c r എന്ന് പറയുമ്പം 5. ഇനിയിപ്പം y റേസ് ടു r എന്ന് പറയുമ്പോൾ എന്താണ്? 5. സോ അന്നേരം ഞാൻ ഈ ഇക്വേഷനിലോട്ടെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്താണ്? -1 റേസ് ടു 5 എന്ന് പറയുന്നത് എന്താണ്? -1 അല്ലേ? ഇൻറ്റു 7 പ്ലസ് 5 - 1 ഇസ് 11c5 ഇൻറ്റു ഇനിയിപ്പോൾ എന്താണ്? y എന്ന് പറയുമ്പോൾ എന്താ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്? -2x. അന്നേരം y-യുടെ അവിടെ ഞാൻ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? -2x റേസ് ടു 5 വരും. ഇനി അപ്പം എന്ത് വരും? നമ്മൾ എക്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എഴുതാം. -2 റേസ് ടു 5ഉം എക്സ് റേസ് ടു 5ഉം. കാരണം എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം -2 റേസ് ടു 5 എന്ന് പറയുമ്പം -32. അപ്പം എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇപ്പോൾ എന്താ ഇട്ടേക്കുന്നത്? -11c5 ഇൻറ്റു -32 വിച്ച് ഈസ് 14,784. സോ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷനകത്തോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് r-ഉം n-ഉം ഒക്കെ ഇട്ട് കൊടുക്കുക. r-ഉം n-ഉം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഫൈനലി ആ ഒരു വാല്യൂൻ്റെ കോഎഫിഷ്യൻറ്റിനെ കിട്ടും. ഇതാണ് വൺ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റേസ് ടു 15 ഇൻ f ഓഫ് x ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 ദ ഹോൾ റേസ് ടു 4. സോ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 റേസ് ടു
4. ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? എക്സ് റേസ് ടു 15ൻ്റെ കോയഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് റേസ് ടു 15ൻ്റെ കോയഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ പോലുള്ള ഒരു കേസ് അല്ല ഇതെന്ന് പറയുന്നത്. അതായത് ഇവിടെ 1 + എക്സ് റേസ് ടു എന്നുള്ളൊരു ഫോമിലല്ലല്ലോ കിടക്കുന്നത്. അപ്പം നമ്മളിത് വേറെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ്. സോ അപ്പം നമ്മൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. എക്സ് റേസ് ടു സ്ക്വയർ പ്ലസ് എസ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 മാത്രം എടുക്കുക. റേസ് ടു 4 പിന്നെ എടുക്കാം. അപ്പോൾ ഇത് മാത്രം എടുക്കുക. ഇനി നോക്കിയേ, എക്സ് റേസ് ടു സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എന്ന് പറഞ്ഞ് പോകുന്നു. ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് ഏതെടുക്കാൻ പറ്റും? എക്സ് റേസ് ടു സ്ക്വയർ എടുക്കാമല്ലോ. എക്സ് റേസ് ടു സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? 1 പ്ലസ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് വരും. എക്സ് റേസ് ടു 4ൻ്റെ അവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ വരും. നെക്സ്റ്റ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി എക്സ് ക്യൂബ് അങ്ങനെ പോകും. സോ അന്നേരം നിങ്ങൾ നോക്കിയേ, എക്സ് സ്ക്വയർ ഓഫ് 1 + എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ് പോകുന്നില്ലേ? ഇതിനെ നമുക്ക് ജനറലി എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ ഇൻറ്റു എന്താ 1 + എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ് പോകുന്നത് 1/1 - എക്സ് അല്ലേ? 1/1 - എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 - എക്സ് റേസ് ടു -1 ആണ്. എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു 1 - എക്സ് റേസ് ടു -1. സോ അതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. സോ അന്നേരം എക്സ് സ്ക്വയർ ഇൻറ്റു 1/1 - എക്സ് -1 എന്ന് പറയുമ്പം അതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - എക്സ് അല്ലേ? 1 + എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? 1/1 - എക്സ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇത് ഓൾ റേസ് ടു 4 കൊടുക്കണം. ഓൾ റേസ് ടു 4. ഇപ്പം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4ൻ്റെ മാത്രമല്ലേ കണ്ടുപിടിച്ചേ. ഇനി ഓൾ റേസ് ടു 4 കൊടുക്കണം. അപ്പോൾ എന്താണ്? ഈ സൈഡിലും നമ്മൾ എന്നിട്ട് ഓൾ റേസ് ടു 4 കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ റേസ് ടു 4 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് റേസ് ടു 8 ഡിവൈഡഡ് ബൈ 1 - എക്സ് ദ ഓൾ റേസ് ടു 4. ഓക്കെ, അന്നേരം കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് എന്താ ഇപ്പം കിട്ടിയിരിക്കുന്നത്? എക്സ് റേസ് ടു 8 ഇൻറ്റു 1 - എക്സ് ദ ഓൾ റേസ് ടു -4. എനിക്ക് എന്തിൻ്റെ ഇതാ കണ്ടുപിടിക്കണ്ടേ? എക്സ് റേസ് ടു 15ൻ്റെയാണ് കണ്ടുപിടിക്കണ്ടേ. ഇവിടെ എക്സ് റേസ് ടു 8 ഉണ്ട്. ഇനി ബാക്കി ഇതിനകത്ത് എന്തുകൂടെ വന്നാൽ മതി? ഒരു എക്സ് റേസ് ടു 7. 8 + 7 അല്ലേ? 8 + 7 15. സോ ഇതിനകത്ത് ഈ ഒരു എക്സ്പാൻഷനകത്ത് 1 - എക്സ് റേസ് ടു -4നകത്ത് ഒരു എക്സ് റേസ് ടു 7ൻ്റെ കോയഫിഷ്യൻ്റ് കണ്ടുപിടിച്ചാൽ എനിക്ക് ടോട്ടലി എന്ത് കിട്ടും? എക്സ് റേസ് ടു 8 ഇൻറ്റു എക്സ് റേസ് ടു 7. ഇതകത്തോട്ട് ഇൻറ്റു ചെയ്യുന്ന സാധനമല്ലേ? എക്സ് റേസ് ടു 8 ഇൻറ്റു എക്സ് റേസ് ടു 7 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് റേസ് ടു 15 ആണ് അല്ലേ? അന്നേരം ഇതിൻ്റെ അകത്ത് ഇനി എക്സ് റേസ് ടു 7ൻ്റെ കോയഫിഷ്യൻ്റ് ഞാൻ കണ്ടുപിടിക്കണം. കാര്യം എന്തുകൊണ്ടാണ് എക്സ് റേസ് ടു 15ൻ്റെ കണ്ടുപിടിക്കാത്തത്? പുറത്തൊരു എക്സ് റേസ് ടു 8 ഉണ്ട് അകത്തോട്ട് ഇൻറ്റു ചെയ്യാൻ വേണ്ടി. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു 8 എക്സ് റേസ് ടു 7 ചേർന്നിട്ട് എക്സ് റേസ് ടു 15 ആകും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 1 - എക്സ് റേസ് ടു, ഇപ്പം നമുക്ക് അറിയാവുന്നൊരു ഫോമിലോട്ടായി. 1 - എക്സ് റേസ് ടു 4 അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അന്നേരം ഇവിടെ n എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാണ്? 4. r എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 ആണോ? അല്ല, 7. r ഈസ് 7. അപ്പം n ഈസ് 4 ആൻഡ് r ഈസ് 7. ഇനിയിപ്പം -x. ഇപ്പം നമുക്ക് 1 - എക്സ് റേസ് ടു -4. ഈ -xനെ എനിക്ക് എങ്ങനെ കൊടുക്കാം? y എന്ന് കൊടുത്തേ. -xനെ y എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 1 + y റേസ് ടു എന്താണ്? -4. അന്നേരം 1 + എക്സ് റേസ് ടു -4ൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്യാൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ സിഗ്മ r ഈസ് ഈക്വൽ ടു 0 to ∞ -1 റേസ് ടു r n + r - 1 cr ഇൻറ്റു yr. -1 റേസ് ടു r എന്ന് പറയുമ്പോൾ എത്രയാണ്? 7. n ഈസ് 4. 4 + 7 - 1 c7 ഇൻറ്റു y എന്ന് പറയുമ്പോൾ എന്താണ്? -x. ഓക്കെ, -x റേസ് ടു r എന്ന് പറയുമ്പോൾ 7. ഇപ്പം -1 റേസ് ടു 7 ഈസ് -1. 4 + 7 - 1 ഈസ് 10. 10 c ഇൻറ്റു -x റേസ് ടു 7 ആത്തുന്ന മൈനസിനെ ഇങ്ങ് പുറത്തെടുക്കുക. -1നെ പുറത്തെടുത്തു. എക്സ് റേസ് ടു 7 ഇവിടെ എഴുതി. ബാക്കി ചെയ്ത് നോക്കിയേ. -1 ഇൻറ്റു -1 അത് എത്രയാണ്? 1 ആണ്. പിന്നെ 10 c7 ഇൻറ്റു എക്സ് റേസ് ടു 7. 10 c7 എന്ന് പറയുന്നത് 120. അപ്പം എക്സ് റേസ് ടു 7ൻ്റെ കോയഫിഷ്യൻ്റ് 120. ഓക്കെ, അപ്പം എക്സ് റേസ് ടു 8 120. എക്സ് റേസ് ടു 8ൻ്റെ എന്താണ്? 1 ആണ്. അപ്പം പിന്നെ അവിടെ നിന്ന് ഇൻറ്റു ചെയ്യാനൊന്നുമില്ല. എക്സ് റേസ് ടു 8ൻ്റെ എക്സ് റേസ് ടു 7 ഈസ് എക്സ് റേസ് ടു 15. അതിൻ്റെ കോയഫിഷ്യൻ്റ് ഈസ് 120. സോ ഇതാണ് നമുക്കറിയാവുന്ന ഒരു ഫോമാറ്റിലോട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റിനെ മാറ്റി എഴുതാൻ നോക്കുക.
ഇനി വേറൊരു കൈൻഡ് ഓഫ് പ്രോബ്ലം നിങ്ങൾ നേരത്തെ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇതാണ് പാർഷ്യൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാന്നുള്ളത്. സോ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ മാക്സിമം ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയേ, ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റേസ് ടു 8 ഇൻ 1/x-3 ഇൻറ്റു x-2 ദ ഹോൾ സ്ക്വയർ. സോ ഇതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, 1/1 - x എന്താണ് 1 + x + x² + x³ എന്ന് പോകുന്നു. ഓക്കെ, അപ്പം നമുക്കിവിടെ എല്ലാം ഏത് ഫോമിൽ അടക്കുന്നത്? 1/x- ഫോമിൽ അടക്കുന്നത്. 1 - x എന്നല്ല, x- ഏതോ ഒരു ടേമിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് അതിനെ ഏത് ഫോമിലോട്ട് മാറ്റണം? 1/1 - x നമുക്കറിയാവുന്നൊരു രീതിയിലോട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പം നമുക്ക് 1/x - എടുക്കാം. ഓക്കെ, 1/x-aക്കകത്ത് 1 ഡിവൈഡഡ് ബൈ നോക്കിയേ, x-a എന്നതിനകത്തുനിന്ന് ഞാനൊരു -a കോമൺ എടുത്തെന്ന് വിചാരിച്ചോ. -a കോമൺ എടുത്തു. -a കോമൺ എടുത്തു കഴിഞ്ഞാൽ x എന്തായിട്ട് മാറും? -a ഇൻറ്റു -x/a. അതല്ലേ എക്സ് എന്ന് പറയുന്നത് അല്ലേ? -a ഇൻറ്റു -x/a എഴുതിയാലല്ലേ അവിടെ എക്സ് വാല്യൂ തന്നെ കിട്ടത്തുള്ളൂ. അന്നേരം അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയത്തില്ലേ? നമ്മൾ അവിടെ നിന്ന് ഒരു സാധനം കോമൺ എടുക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് എന്ത് ചെയ്യണം? ആ കാര്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണ്ടേ? -x/a. ഓക്കെ, ഈ -a എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? +1. നോക്കിയേ, ഇതിനെ ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയേ, എന്ത് തന്നെ കിട്ടുമെന്ന് നോക്കിയേ. -a ഞാൻ കോമൺ ആയിട്ട് എടുത്തു. -a ഇൻറ്റു -x/a -a ഇൻറ്റു 1 -a ഇത് മൈനസിൽ കട്ടാവും, a കട്ടാവും, x-a 1/x-a തന്നെ കിട്ടും. സോ അന്നേരം നമ്മൾ എന്ത് ചെയ്തു? അന്നേരം ഇവിടുന്ന് -a കോമൺ എടുത്തിട്ട് എഴുതി. ഇപ്പം നമ്മൾ എന്നിട്ട് എന്ത് വയ്ക്കുക? 1/-a ഇൻറ്റു 1 - x/a. ഓക്കെ, അപ്പം നമുക്കറിയാവുന്നൊരു ഫോമാറ്റിലോട്ട് മാറി. ഓക്കെ, അന്നേരം -1/a വീണ്ടും എഴുതി. 1/1 - x/a -1/a 1/1 - x/a എന്നുള്ളതിനെ ഓക്കെ ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയി. -1 ഇവിടെ ഉണ്ട്. ഇവിടെ 1/1 - x/a 1 - x/a റേസ് ടു -1 എന്ന് എഴുതാമല്ലോ. ഇനി 1 - x/a റേസ് ടു -1ൻ്റെ ഇക്വേഷൻ എന്താണ്? 1 + x + x² + x³. അപ്പം -1/a ഇൻറ്റു 1 ഇനി ഇവിടെ ഇപ്പം x/a എന്ന് പറയുമ്പം x എന്ന് പറയുന്നത് എന്തുവാ? x/a ആണ്. x/a പ്ലസ് x² എന്ന് പറയുമ്പോൾ x/a² + x/a³ അങ്ങനെ പോകുന്നു. ഇനി ഇപ്പം നമുക്കിപ്പോൾ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? -1/a 1 + x/a + x² + x³ എന്ന് പറഞ്ഞ് പോയേക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ജനറലി 1/x-a നിന്ന് നമുക്കറിയാവുന്നൊരു ഫോമാറ്റിലോട്ട് നമ്മളതിനെ മാറ്റി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാണ്? 1/x-3 അല്ലേ? 1/x-3 അല്ലേ? അന്നേരം 1/x-3നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതനുസരിച്ചിട്ട് -1/3 of 1 + x/a എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ്. x/3 + x² 3² ആണ് 9 + x³ 3³ 27 അങ്ങനെ എഴുതാൻ പറ്റും. സോ അന്നേരം അതുപോലെ 1/x-2 1/x-4 ഏത് ടേമിനെയും എനിക്കിങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഞാൻ ഇതിനകത്തുനിന്ന് കണ്ടെത്തിയൊരു കാര്യമാണ്. സോ അന്നേരം അത് കഴിഞ്ഞു. ഇനിയിപ്പം നിങ്ങളിവിടാണ് നേരത്തെ പഠിച്ചിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, 1/x-3 ഇൻറ്റു x-2 ദ ഹോൾ സ്ക്വയർ. പാർഷ്യൽ ഫ്രാക്ഷൻസ് പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു പാർഷ്യൽ ഫ്രാക്ഷൻസ് ചെയ്യുന്നത്? ഇവിടെ x-3യും x-2 ദ ഹോൾ സ്ക്വയറും ഉള്ളത് കൊണ്ട് എത്ര ടേം വരും? 3 ടേം വരും. a/x-3 + b/x-2 + c/x-2 ദ ഹോൾ സ്ക്വയർ. പാർഷ്യൽ ഫ്രാക്ഷൻസ് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം x-2 ദ ഹോൾ ക്യൂബ് ആയിരുന്നെങ്കിൽ ഒരു ടേം കൂടെ വന്നേനെ, ഇതാണ് + d/x-2 ദ ഹോൾ ക്യൂബ്. അന്നേരം നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ പഴയ നോട്ട്സ് എടുത്ത് നോക്കുക. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ ഇതിപ്പോൾ ഇത്രയും ടേംസ് വന്നു. അതിനുശേഷം നമ്മളിതിനെ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? a ഇൻറ്റു x-2 b ഇൻറ്റു x-3 ഡിവൈഡഡ് ബൈ x-3 ഇൻറ്റു x-2 പ്ലസ് c/x-2 ദ ഹോൾ സ്ക്വയർ. അതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് എന്ത് റിസൾട്ട് വന്നെന്ന് നോക്കാം. എല്ലാം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ വന്നു. ഇതിനകത്തുനിന്ന് ഞാനൊരു x-2നെ കോമൺ ആയിട്ട് എടുത്തു. x-2നെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി ഇങ്ങനെ വരും. എന്നിട്ട് താഴത്തെ എന്നൊരു x-2 ഇവിടെ കട്ടായി പോവും. ഫൈനൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് എന്താ?
ഇത് പാർഷ്യൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനത്തുനിന്ന് എക്സ് മൈനസ് ടുവിനെ കോമൺ എടുത്തു, എക്സ് മൈനസ് ടു ഇവിടെ കട്ട് ചെയ്തു, ബാക്കി വന്ന റിസൾട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇവിടെ എന്തായിരുന്നു കിടന്നത്, 1/(x-3) ഓഫ് ഇൻറ്റു എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കിടന്നത്. ഇത് രണ്ടും കൂടെ കട്ടായി പോകത്തില്ലേ, ഇത് രണ്ടും കൂടെ കട്ടായിപ്പോയി. അപ്പം ഫൈനലായിട്ട് കിട്ടിയത് എന്താണ്, ഇത് രണ്ട് സെയിം അല്ലേ, കട്ടായിപ്പോയി. ഫൈനലായിട്ട് കിട്ടിയത് 1 ഈസ് ഈക്വൽ ടു a ഓഫ് എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് b ഓഫ് എക്സ് മൈനസ് 3 പ്ലസ് c ഓഫ് എക്സ് മൈനസ് 3. പാർഷ്യൽ ഫംഗ്ഷനകത്ത് നമ്മൾ എ ബി സിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, അതേപോലെ എ ബി ആൻഡ് സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതായത് എ ബി ആൻഡ് സി എന്ന് പറയുമ്പം നമുക്ക് എന്താണ്, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനകത്ത് ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫൈനലി കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇവിടെ ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ ബിയും സിയും എന്തായി പോവും, 0 ആയി പോവും. അപ്പോൾ എനിക്ക് എയിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ, റാൻഡമായിട്ട് എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത് എയിൻ്റെയും ബിയിൻ്റെയും സിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ എക്സിന് ഞാൻ 3 ഇട്ട് കൊടുത്തപ്പം ബിയും സിയും 0 ആയിപ്പോയി. എ ഓഫ് 1 സ്ക്വയർ അതെങ്ങനെയാണ് വന്നേ, x minus 2 the whole square. X is 3. 3 minus 2 is 1. 1 whole square. A is equal to 1. Okay, next x minus 2. Okay, x is equal to 2. അപ്പോൾ എയുടെ വാല്യൂ എനിക്ക് 1 കിട്ടി. എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 കൊടുത്തു കഴിയുമ്പം എ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2 minus 2 the whole square പ്ലസ് ബി ഓഫ് 2 minus 3 minus 1 പ്ലസ് സി ഓഫ് എന്താണ്, ഓക്കെ 2 minus 3 which is -1. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇവിടെ എഴുതിയതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് കൂടെ വന്ന് എക്സ് മൈനസ് 2 ഉണ്ട് ഇവിടെ, ബി ഓഫ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നൂടെ ഉണ്ട്. അപ്പോൾ എന്തായിട്ട് എനിക്കിവിടെ 2 അല്ലേ കൊടുത്തേക്കുന്നത്, എ ഓഫ് 2 minus 2 0 വന്നു, പ്ലസ് ബി ഓഫ് 2 minus 3 is -1 ഇൻറ്റു എക്സ് മൈനസ് 2 കൂടെ വരുന്നതുകൊണ്ട് 2 minus 2 0 പ്ലസ് സി ഓഫ്, ഞാൻ പറഞ്ഞ മനസ്സിലായോ, ഞാനിവിടെ എഴുതിയതിനകത്ത് ഈ എക്സ് മൈനസ് ടുവിനെ എഴുതാൻ വിട്ടുപോയി. ദിസ് എക്സ് മൈനസ് 2 ബി ഓഫ് എക്സ് മൈനസ് 3 എക്സ് മൈനസ് 2 പ്ലസ് സി ഓഫ് എക്സ് മൈനസ് 3 എന്നായിരുന്നു. സോ അപ്പോൾ എനിക്ക് എന്ത് വാല്യൂ കിട്ടും, സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതേപോലെ എക്സ് ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. എക്സ് ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്, എനിക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും, ബീൻ്റെ വാല്യൂ കിട്ടും, വിച്ച് ഈസ് -1. നിങ്ങൾ ഇട്ട് നോക്കുക, എക്സിൻ്റെ വാല്യൂ 3, എക്സിൻ്റെ വാല്യൂ 2, എക്സിൻ്റെ വാല്യൂ 0. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്, നമ്മൾ ആദ്യം ഈ 1 - x - 3 ഈ ഫോമാറ്റിലോട്ട് ഒരു കാര്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ പാർഷ്യൽ ഫംഗ്ഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. പാർഷ്യൽ ഫംഗ്ഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇത്രയും വാല്യൂസിനാവുന്നതുകൊണ്ട് ഇങ്ങനെ 3 വാല്യൂസ് എടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് കട്ടായി പോകുന്നു, ലാസ്റ്റ് ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നു. അതിൽ എക്സിനും ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് എയും ബിയും സിയും കണ്ടുപിടിക്കുന്നു. എയും ബിയും സിയും കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ എന്ത് കൊടുക്കുന്നു, അതിനെ എവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എ ബി ഈ ഒരു വാല്യൂയിലോട്ട് ഞാൻ എയും ബിയും സിനെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എ കിട്ടിയത് 1, സി -1, ബി ഓൾസോ -1. സോ എ ബൈ എക്സ് മൈനസ് 3 ആയിരുന്നു, അപ്പോൾ 1/(x - 3), ബി -1 ആയതുകൊണ്ട് -1/(x - 2), സി -1 ആയതുകൊണ്ട് -1/(x - 2) ഹോൾ സ്ക്വയർ. സോ ഇങ്ങനെയാണ് നമുക്ക് ഫൈനലി കിട്ടിയത്. ഇപ്പം നമ്മൾ നേരത്തെ ഏകദേശം കണ്ടുപിടിച്ചൊരു ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നോക്കിയേ, ഞാൻ അവിടെ കണ്ടുപിടിച്ച ഇക്വേഷൻ അനുസരിച്ച് 1/(x - 3) എന്താണ്, -1/3. നോക്കിയേ, ഈ ഇക്വേഷൻ അതിനാണ് കണ്ടുപിടിച്ച് വെച്ചത്. ഓക്കെ, സോറി, ദിസ് ഇക്വേഷൻ അതിനാണ് കണ്ടുപിടിച്ചത്. 1/(x - 3) എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -1/3 ഓഫ് 1 + x/3 + x²/9 + x³/27 എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, നേരം -1/3 + 1 + x/3 x² + 3² + x³ + 3³ അങ്ങനെ പറഞ്ഞ് പോകും. ഇനി 1/(x - 2) എങ്ങനെ എഴുതാം, അതേപോലെ -1/2 ഓഫ് 1 + x/2 + x²/2² + x³ എന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ട് പോകാൻ പറ്റും. ഇനി 1/(x - 2) ഹോൾ സ്ക്വയർ. സോ ഇതിനെ നമ്മളിനി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതിനെ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഫോമാറ്റിലേക്ക് മാറ്റണം. നമുക്ക് നോക്കാം. ഇതിനെയും നമുക്കറിയാവുന്ന എല്ലാ ഫോമാറ്റും എങ്ങനെയാണ്, 1 - x എന്നുള്ള ഫോമാറ്റിലോട്ടാണ്. അപ്പം 1/, ഇതിനകത്തുനിന്ന് എന്തിനെ കോമൺ ആയിട്ട് എടുക്കണം, -2നെ കോമൺ ആയിട്ട് എടുക്കണം. അപ്പോൾ എന്ത് വരും, -x/2 + 1 വരും, ഹോൾ സ്ക്വയർ. 1/, ഓക്കെ, -2 ഹോൾ സ്ക്വയർ പുറത്തെടുത്തു. ഇവിടെ എന്ത് വരും, 1 - x/2 ഹോൾ സ്ക്വയർ. ഇനി 1/(-2) ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു 1 - x/2 ഹോൾ സ്ക്വയർ അല്ല,
-2. ഓക്കെ, അപ്പം 1 - x/2 ദ ഹോൾ റേസ് ടു -2. ഇനി 1/4. ഇനിയിപ്പോൾ ഇതിനെ എനിക്ക് ഏത് ഫോമിൽ എഴുതാം? 1 + x² + എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. ഇവിടെ നോക്കിയേ, നമുക്കിത് ഏത് ഫോമിലാണ് ഇട്ടേക്കുന്നത്? 1/x/2 ദ ഹോൾ സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1 - ഹോൾ സ്ക്വയർ അല്ല, -2. 1 - x ദ ഹോൾ റേസ് ടു -2 എന്ന് വന്നു കഴിഞ്ഞാൽ എന്തിൻ്റെ എക്സ്പാൻഷൻ ആണെന്നാണ് പറഞ്ഞത്? 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഒരു ടേമിൻ്റെ എക്സ്പാൻഷൻ ആണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? രണ്ടും സെയിം ഇതാണ്, മൈനസ് ആണ്. അപ്പോൾ എല്ലാം പ്ലസ് തന്നെ വരത്തുള്ളൂ. അപ്പോൾ എങ്ങനെ വരും? 1 + 2x + 3x² + 4x³ എന്ന് പറഞ്ഞ് പോകും അല്ലേ. അപ്പം നോക്കിയേ, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? x/2. സോ 1 + 2x/2 + 3x/2 ദ ഹോൾ സ്ക്വയർ + 4x/2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ് പോകും. സോ അന്നേരം ഇതല്ലേ നമുക്ക് ഫൈനലി കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? 1/x നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് എല്ലാം ചെയ്തിട്ട് നമുക്ക് ഇതാണ് കിട്ടിയത് ആൻസർ. 1/x - 3നെ ആ ഇക്വേഷൻ വെച്ചിട്ടും 1/x - 2നെ വെച്ചിട്ട് എഴുതാം. ഇനി 1 - x - 2 ദ ഹോൾ സ്ക്വയർ അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാവുന്ന ഫോം 1 - x എന്നുള്ള ഫോമിലേക്കാണ് വരേണ്ടത്. പിന്നെ അതൊന്ന് ആരെ കോമൺ എടുത്തു? -2നെ കോമൺ എടുത്തു. അപ്പം -x/2 + 1 ഇൻറ്റു ചെയ്താൽ ഇത് തന്നെ കിട്ടും. ഓക്കെ, അപ്പം -2 ദ ഹോൾ സ്ക്വയർ പുറത്തെടുത്തു, 1 - x/2 ദ ഹോൾ സ്ക്വയറിനെ പുറത്തെടുത്തു. ഇനി -2 ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ 1/4. ഇനി 1 - x/2 ദ ഹോൾ റേസ് ടു -2. സോ അത് നമ്മൾ പഠിച്ചതനുസരിച്ച് 1 - x ദ ഹോൾ റേസ് ടു -2 വന്നാൽ 1, 2, 3ൻ്റെ എക്സ്പാൻഷനാണ്. സോ അതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തു. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് x/2 ആയതുകൊണ്ട് x/2 കൊടുത്തു. 1 + 2 × x/2 + 3x² വരെ x/2 ദ ഹോൾ സ്ക്വയർ വരെ പോയി. സോ അന്നേരം ഈ മൂന്നെണ്ണത്തിൻ്റെയും എന്ത് കിട്ടി? ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ ഞാൻ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? കഴിഞ്ഞ ഇവിടെ ഉള്ള ഈ ഒരു ഇക്വേഷനിലോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, 1/x - 3ക്കും 1/x - 2നും 1/x - 2 ദ ഹോൾ സ്ക്വയറിനും പകരം ഞാൻ അതിനെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഇനി എനിക്ക് എന്തിൻ്റെ കോയഫിഷ്യൻ്റാണ് വേണ്ടത്? ഇനിയിപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ എത്തിയല്ലോ. x⁸ കോയഫിഷ്യൻ്റാണ് എനിക്ക് വേണ്ടത്. ഇനി ഓരോന്നിനകത്ത് നോക്കിയേ, x⁸ കോയഫിഷ്യൻ്റ് എന്ത് വരുമായിരിക്കുമെന്ന്. ഫസ്റ്റ് കേസിൽ -1/3 അവിടെ കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ വരുമല്ലോ. ഇനി ഇവിടെ x⁸ വരുമ്പം അതിൻ്റെ താഴെ എന്തുമായിരിക്കും വരുന്നത്? ഓക്കെ, x⁻² വന്നപ്പോൾ 3² ആണ്. x⁻³ വന്നപ്പം 3³ ആണ്. അപ്പം x⁸ വന്നാൽ താഴെ എന്ത് വരും? 3⁸ വരും. ഓക്കെ, അതെടുത്തു. ഇനി നെക്സ്റ്റ് 1/2. ഇവിടെ നോക്കിയേ, ഇവിടെ x² വന്നപ്പം 4, അതായത് 2². x³ വന്നപ്പം 2³ അപ്പോൾ ഇവിടെ x⁸ വന്നാൽ എന്ത് വരും? 2⁸ വരത്തില്ലേ. ഇനി അടുത്തത് -1/4. ഇവിടെ നോക്കിയേ, 3x²/2², 4x³ അപ്പം ഇവിടെ എന്താ സംഭവം? ഇവിടെ ഞാൻ ഇപ്പം 2 ആണെങ്കിൽ ഇവിടെ ഇപ്പം എല്ലാം 2ൻ്റെ ടേംസിലാണ്. ഇപ്പം 2² ആണെങ്കിൽ ഇവിടെ വരുന്ന ആരാണ്? 3. 2³ ആണെങ്കിൽ ഇവിടെ വരുന്നത് 4. അപ്പോൾ ഇവിടെ 2⁸ ആണെങ്കിൽ കൂടെ വരുന്നത് ആരായിരിക്കും? 9. 2³ ആയപ്പോൾ 4 ആണ് കൂടെ വന്ന ടേം, 4 × എന്നാണ് വന്നത്. അപ്പം 2⁸ എനിക്ക് വേണ്ടേ? x⁸ കൂടെ വരേണ്ടത് ആരാ? x²/2², x³ എന്നിട്ട് x⁸ 8 എന്നാണ് വരണ്ടേ. അപ്പം 4ൻ്റെയൊക്കെ സ്ഥാനത്ത് ആര് വരും? 9 വരും. സോ 9/2�8. അപ്പോൾ ഇതിനകത്തു നിന്നെല്ലാം എനിക്ക് എന്ത് കോമൺ എടുക്കാം? x⁸ കോമൺ എടുത്തേ. അപ്പോൾ എന്ത് വരും? -1/3 × 1/3⁸, 1/2 × 1/2⁸, 1/4 എന്താണ്? 9/2⁸. സോ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. -1/3 × 3⁸ എന്ന് പറയുമ്പോൾ 1/3�9 + 1/2 × 1/2⁸ എന്ന് പറയുമ്പം +1 ചെയ്ത് 1/2⁹ -9/4നെ 2² എന്ന് എഴുതാം. 2² × 2⁻², സോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു പ്രോബ്ലം ഞാൻ പറയാം, ഇച്ചിരി ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ബൈ വെച്ചിട്ട് ക്വസ്റ്റ്യൻ കിട്ടി, പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ അന്നേരം നമ്മളൊരു ഇക്വേഷൻ നേരത്തെ ഇവിടെ ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചു. അതിനുശേഷം പാർഷ്യൽ ഫ്രാക്ഷൻസ് വെച്ചിട്ട് ABC എന്നുള്ള ഫോമാറ്റിൽ എഴുതി നമ്മളൊരു ഇക്വേഷനിൽ എത്തിച്ചു. എന്നിട്ട് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ എക്സിന് ഓരോ വാല്യൂസ് കൊടുത്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ഇക്വേഷനിലോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷൻസ്
ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നോക്കണം ഇതിനകത്ത് ഓരോ x⁸8 വരുമ്പോൾ അതിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ള കോഎഫിഷ്യൻസ് ഏതാണ്. എന്നിട്ട് ആ കോഎഫിഷ്യൻസിനെ എല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെറുതാക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 3 kinds ഓഫ് പ്രോബ്ലംസ് ഇതിനകത്ത് വരും. കറക്റ്റായിട്ട് പഠിക്കുക, ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക.